കർണാടകയിലെ പോലീസുകാർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. രാത്രിയിൽ വീടുകളുടെ കഥകളിൽ മുട്ടി പരിചയമുള്ള പക്ക ക്രിമിനലുകളായ പോലീസുകാർ കേരളത്തിലുണ്ട്. തക്കം കിട്ടിയാൽ സ്ത്രീകളെ കയറി പിടിക്കുന്നവർ വരെ. വനിതാ പോലീസ് ഇല്ലാതെയാണ് പരിശോധന നടത്തുന്നവർ. കരിമ്പാലക്കുന്ന് നിവാസികളെ സന്ദർശിച്ചുകൊണ്ട് PV അൻവർ പറഞ്ഞ വാക്കുകളാണിത്. മുഖ്യന്റെ കീഴിൽ ആഭ്യന്തരം താറുമാറായിരിക്കുന്നു. ഫ്രഷ് കട്ട് സംഘർഷത്തിൽ നിരപരാധികളുടെ വീടുകളിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ശ്മശാന മൂകതയാണ് കൂടത്തായി കരിമ്പാലക്കുന്ന് മേഖലകളിൽ ഇപ്പോൾ ഉള്ളത്. സമരത്തിൽ പങ്കെടുത്ത പലരും അറസ്റ്റ് ഭയന്ന് നാടുവിടുകയാണ്. ചില വീടുകളിലുള്ളത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. ഇതിനിടയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള പോലീസ് നടപടിയിൽ നാട് നടുങ്ങിയിരിക്കുകയുമാണ്. നിരപരാധികളുടെ വീടുകളിൽ പോലീസ് കയറുന്നത് അവസാനിപ്പിക്കണമെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ആക്രമകാരികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടു വരികയാണ്. ഫ്രഷ് കട്ട് എതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും MD സുജീഷും പ്രതികരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനെതിരായ ആക്രമണങ്ങളിൽ നിയമ നടപടി നേരിടുമെന്നും പോലീസ് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അൻവറിന്റെ സന്ദർശനം എത്തിയത്. അൻവറിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു വളരെ ഭീകരമായ അന്തരീക്ഷം, നമ്മളൊരു ഭീകരമായ അന്തരീക്ഷം എന്ന് സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ അതിലേറെ ഭീകരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. കാരണം ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, അതിൻ്റെ പ്ലസും മൈനസും അല്ല ഇവിടുത്തെ വിഷയം. ഇതിലൊന്നും പെടാത്ത പാവപ്പെട്ട വീട്ടമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ രാത്രിയിലും പകലും ഒരു പോലീസിൻ്റെ ഒരു മാന്യതയും ഇല്ലാത്ത പ്രതികൾ അന്വേഷിച്ച് വരുന്നു എന്ന വ്യാജേനയുള്ള വരവാണ്. കാരണം പ്രതികൾ മാറി നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. വീട്ടിലൊരിക്കലും ഒളിച്ചിരിക്കില്ല എന്ന് പോലീസിനും അറിയാം. ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് അവർ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് വീട്ടിൽ വന്ന് മുട്ടുന്നത്? ആ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ. ഒളിച്ചിരിക്കാൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ലല്ലോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യരെ ഹറാസ് ചെയ്യുക എന്ന ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ 6 വർഷമായി സമാധാനപരമായി നടന്ന ഒരു സമരം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു അക്രമത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് കാണുമ്പം തന്നെ നമ്മൾക്കൊക്കെ അതിൽ പല സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇതൊരു ഓർഗനൈസ്ഡ് ആണോ? ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ സമരത്തുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ആ സ്ഥലത്ത് പോയ സ്ത്രീകൾ 100-ഓളം വീട്ടമ്മമാരപ്പോൾ ഞാൻ കണ്ടു. അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ഒരക്രമത്തിനാണ് പോകുന്നതെങ്കിൽ 6 മാസം 8 മാസം 3 മാസമായ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങളൊരു അക്രമത്തിന് പോകുമ്പോൾ 2 വയസ്സും 3 വയസ്സും 5 വയസ്സുള്ള മക്കൾ ഞങ്ങളെ കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലും ഒരു അക്രമത്തിന് പോയിട്ട് ഞങ്ങളെ കൂടെയുള്ള ഒരു അക്രമം നടത്തിയിട്ടില്ല. അപ്പം ഇതിൽ വളരെ വ്യക്തമായ ഒരു ഓർഗനൈസ്ഡ് സമരം പൊളിക്കാനുള്ള ഒരു പരിപാടി എന്തായാലും ഇതിൻ്റെ നടത്തിപ്പുകാർ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അത് അന്വേഷണം വഴി വരേണ്ടതാണ്. പക്ഷേ അത് അന്വേഷിക്കേണ്ട പോലീസിന് ഒരു പരിധി വരെ സംഭവങ്ങൾ അവർ വിശദീകരിക്കുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്. പോലീസിലൊരു വിഭാഗവും ഈ പറയുന്ന ഫ്രഷ് കട്ട് മുതലാളിമാരുടെ പക്ഷം ചേർന്നുകൊണ്ട് ഇതൊരു അക്രമാസക്തമായ സമരമായി ഇത് മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മലപ്പുറം ജില്ലയാണ്. 16 ഇതുപോലെയുള്ള പ്ലാന്റുകളുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒറ്റൊന്നാണുള്ളത്. എന്താ കാരണം? ആരതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? പുതുതായിട്ട് കൊടുത്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു നയം തന്നെ ഇവിടുത്തെ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. എന്ത് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ എന്ത് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്യുമെന്ന് പറയുന്ന അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് കഴിഞ്ഞ 6 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രം വർക്ക് ചെയ്യുന്നു. വേറെ ഏത് ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആരാ? ഈ പ്ലാന്റ് നടത്തുന്നത് ആരാ? അതിൻ്റെ പിന്നിലുള്ള ബിനാമികളാരാ? പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള മാൽ പ്രാക്ടീസ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അത് ഈ വിഷയങ്ങൾ അത് കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട്. അതതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഞാൻ അതിൻ്റെ മണത്തിലേക്കും ബാക്കിയിലേക്കും ഒന്നും കിടക്കുന്നില്ല. അല്ല, പ്ലാന്റിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ പർപ്പസ്ഫുള്ളി കത്തിക്കാൻ വേണ്ടി കൊണ്ടിട്ട 50,000 25,000 വിലയുള്ള കുറച്ച് വാഹനങ്ങൾ അവിടെ കത്തിപ്പോയിട്ടുള്ളത് നമ്മളൊക്കെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നാണ്. തീ കൊടുക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ തീ കൊടുക്കുമ്പോൾ നമ്മൾ അതും കൂടി ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഫാക്ടറിയുടെ ചുറ്റുപാടിലുള്ള പലതും ഇങ്ങനെ കത്തി പൊങ്ങുന്നത് മാത്രമാണ് കണ്ടത്.
പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിക്കുമ്പോൾ ജനങ്ങൾക്ക് ഓടിക്കയറാൻ അവിടെ അഭയമുള്ളത് ആ ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നത്. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു അഭയമുള്ള സ്ഥലത്തേക്ക് ഓടിക്കയറും. ആ ഓടിക്കയറുന്നത് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കയറിയത് ഇതിൻ്റെ അകത്തേക്ക് എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. അതാ പറഞ്ഞത്, ഇതിനൊരു കഥയും തിരക്കഥയും സംവിധാനവും ഉണ്ടായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ ഈ ഫ്രഷ് കട്ട് മുതലാളിമാരുടെ കൂടെ ആരാണ് അതിന് പങ്കാളി എന്നുള്ളതാണ് ഇവിടെ പുറത്തു വരേണ്ട അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അത് ഇപ്പോൾ ഒരു രാത്രി കൊണ്ടൊന്നും ഇവിടെ ഇരുട്ടാക്കാൻ കഴിയുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ ഗവൺമെൻറ്റിലെ സ്വാധീനം, പോലീസിലെ സ്വാധീനം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില രാഷ്ട്രീയ പ്രമാണിമാരുടെ സ്വാധീനവും സൗകര്യവും സമ്പത്തൊക്കെ ഉണ്ടാവും. അവരൊക്കെ പാർട്ട്ണർമാരുണ്ടായേക്കാം. അതൊക്കെ വെച്ചുകൊണ്ട് കാലാകാലം ഈ മനുഷ്യരെങ്ങനെ വട്ടം ചുറ്റിക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കാലാകാലം നടക്കുന്ന കാര്യമല്ല. ഇതിനൊക്കെ ശക്തമായ തിരിച്ചടി, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകാൻ പോവുകയാണ്. 100%. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇതിന് പോലീസ് ഹറാസ്മെൻറ്റ് OP ഫയൽ ചെയ്യണം. രാഷ്ട്രീയക്കാരിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും പോലീസിൽ നിന്നും ഒരു നീതിയും കിട്ടുന്നില്ല. എന്തിന്? സമരത്തിൽ പങ്കെടുത്തതന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക ഇവിടുത്തെ അമ്മമാർ എന്നത് മാത്രമേ ഇതിന് താൽക്കാലികമായ പരിഹാരമുള്ളൂ. അതിനുള്ള സ്റ്റെപ്സ് അവർ എടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അവർ ലീഗൽ വക്കീൽമാരുമായി കൂടിയാലോചന നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കും. അല്ല, പോലീസ് പകൽ പോവുക വരെ ചെയ്യുന്നതൊക്കെ വേറെ വിഷയം. രാത്രിയിൽ, ഇന്നലെ രാത്രി കൂടി, ഇപ്പോൾ ഇന്ന് ഞാൻ എടുത്ത വീഡിയോയിലുണ്ട്, 11:30 മണിക്ക് ചില വീടുകൾ ചെന്ന് ഇവർ വാതിൽ മുട്ടുന്നത് എന്തിനാ? ഇങ്ങനെ രാത്രി വാതിൽ മുട്ടി നല്ല പരിചയമുള്ള പോലീസ് കേരളത്തിലുണ്ട്. ഡാൻസ് ഓഫ് എന്ന് പറയുന്ന സംഘം, ഞാൻ ഈ അജിത് കുമാറും MR അജിത് കുമാറും സുജിത് ദാസിനെയും എതിരെ ഈ പ്രക്ഷോഭം നടക്കുമ്പം മലപ്പുറം ജില്ലയിൽ ഒട്ടനവധി അമ്മമാർ നമ്മളോട് പറഞ്ഞ പരാതിയാണ്. എന്താ പരാതി? MDMA കേസിൽപ്പെട്ട കുട്ടികൾ രാത്രി ചെല്ലുകയാണ് പോലീസ്, വാതിൽ മുട്ടാണ്. എന്ത് പറഞ്ഞിട്ട് വാതിൽ തുറക്കും, മകനെ രക്ഷപ്പെടുത്തി തരാം. കറണ്ട് കട്ടിയ ഫ്യൂസ് ഊരിയ സംഭവങ്ങൾ മലപ്പുറത്തുണ്ട്. പോലീസുകാർ ഇവർ പുറത്തിറങ്ങി വരാൻ വേണ്ടിയിട്ട് വെള്ളം പൂട്ടിയിട്ട സംഭവങ്ങളുണ്ട്. അമ്മമാർ പറഞ്ഞതിന് വീഡിയോസ് ഇതൊക്കെ നമ്മൾ കൊടുത്താലേ. അപ്പം വളരെ പക്ക ക്രിമിനലായിട്ടുള്ള പോലീസുകാർ കേരളത്തിലുണ്ട്. പക്ക ക്രിമിനൽസ് ആയിട്ടില്ല. അതിൻ്റെ നൊട്ടോറിയസ് ക്രിമിനലായിരുന്നു DGP അജിത് കുമാർ. അവനെ അപ്പം മാറ്റി നിർത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ പലരും കേരള പോലീസിലുണ്ട്. അവർ തക്കം കിട്ടിയാൽ ഈ സ്ത്രീകളെ കയറി പിടിക്കാൻ എന്താ പറയുക, മാനസിക ശേഷിയുള്ളവരാണ്. അവരതിന് തക്കമുണ്ടോ നോക്കി നടക്കും ഇതിലെ രാത്രിയിൽ. അത് അനുവദിക്കണോ വേണ്ടേ എന്നുള്ളത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിക്കുക. അതിന് തീരുമാനം ഉണ്ടാവണം. ഇത് അങ്ങനെ ഒരു വെള്ളരിക്കാപട്ടണം പോലെ ഈ ഗ്രാമം മുഴുവൻ എങ്ങനെ കഴുകിക്കളയാനൊന്നും നമുക്ക് സാധിക്കില്ല. യതീഷ് ചന്ദ്ര പറഞ്ഞത്, കണ്ണൂർ റേഞ്ച് DIG പറഞ്ഞത്, രാത്രിയിലും പകലൊക്കെ പരിശോധന തുടരും. പക്ഷേ വനിതാ പോലീസ് ഉണ്ടാവും, അത് ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യും. പരിശോധന തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. യതീഷ് ചന്ദ്ര പറഞ്ഞത് നടപ്പിലാവണല്ലോ. ഈ വന്ന സ്ഥലത്തൊന്നും വനിതാ പോലീസ് ഇല്ലല്ലോ, ഒരു വീഡിയോയും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇന്ന് 2-3 അമ്മമാർ ഇപ്പോൾ പറഞ്ഞല്ലോ, മണി 5 ആയിട്ടുള്ള 4:30 മണിക്ക് ഇന്നലെ രാത്രി പോലും വാതിലും മുട്ടി. അപ്പോൾ യതീഷ് ചന്ദ്ര പറഞ്ഞത് നടപ്പിലാക്കണം. പിന്നെ പ്രതികളില്ലാന്ന് ഉറപ്പില്ല വീട്ടിൽ പോയിട്ട് ഈ സ്ത്രീകളും കുട്ടികളും എല്ലായിടത്ത് മാത്രം പോയിട്ട് എന്തിനാ ഈ അക്രമം നടത്തുന്നത്? 63 കുട്ടികളാണ് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത്. ആ HM-ൻ്റെ കത്ത് ഞാൻ കണ്ടു. 5 കുട്ടികളാണ് വരുന്നത്. സ്കൂൾ വർക്ക് ചെയ്യുന്നില്ല, മദ്രസ വർക്ക് ചെയ്യുന്നില്ല, പട്ടിണിയിലേക്ക് പോവുകയാണ് ഇവിടെ. അപ്പോൾ ഇതിന് സർക്കാരിന് ഉത്തരവാദിത്തമല്ലേ? സമരം വേറെ, ജനങ്ങൾക്ക് ജീവിക്കാൻ വഴി വേണ്ടേ? ഈ സ്ത്രീകളും കുട്ടികളും എന്ത് തെറ്റാതിൽ ചെയ്തത്? അതാണ് ഇവിടുത്തെ വിഷയം.